പേര് സുനിത. ഇത് എൻ്റെ ഭർത്താവ് സുനിൽകുമാർ. നമ്മുടെ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. 17 കൊല്ലത്തിന് ശേഷം നമുക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത്. അതിന് മുന്നേ ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് IVF വിക്സിയും ഒക്കെ ചെയ്ത് ഒന്നും വിജയിച്ചിട്ടില്ല. ലാസ്റ്റ് പിന്നെ കരടി TV ഡോക്ടറിൻ്റെ പരിപാടി കണ്ടിട്ട് അങ്ങനെ ഇവിടത്തേക്ക് നമ്മൾ ഇവിടെ വന്ന് അന്ന് തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞ് മക്കൾ പേടിക്കണ്ട, എന്തായാലും നിങ്ങൾക്ക് കുട്ടിയാവും എന്ന് പറഞ്ഞ് നല്ലൊരു ആത്മവിശ്വാസം തന്ന് ഡോക്ടർ കണ്ടവിടെ തന്നെ. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും തന്നെ ഒരു മാറ്റം വരുന്ന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 കൊല്ലം കഴിയുമ്പോഴൊക്കെ തന്നെ പ്രഗ്നൻ്റ് ആയി. ഇവിടുന്ന് 5 മാസത്തോളം പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസത്തോളം ഇവിടെ നിന്ന് ഇവിടെ തന്നെ കിടന്ന് എനിക്ക് 5 മാസം പൂർത്തിയായതിനു ശേഷമാണ് നാട്ടിൽ പോയത്. 2023 ഒക്ടോബർ 11 നമുക്ക് ഈ മോളെ കിട്ടി. കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സും 1 മാസമായി. ഡോക്ടറെ കാണേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടത്തേക്ക് വന്നതാ, ഈ ഹോസ്പിറ്റലിലോട്ട് വന്നതാ. നമ്മളെ ജീവിതത്തിന് ഒരു മുന്നോട്ടുള്ളത് എന്താ പറയണ്ടത്, അത്രയോ തന്ന നമ്മുടെ ഡോക്ടർ, നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് തീരാതെ കടപ്പാടും നന്ദി. നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ഈ ഡോക്ടറിനോട്, ഇവിടുത്തെ സ്റ്റാഫിനോട്, എല്ലാ സിസ്റ്റർമാരായിക്കോട്ടെ, ഇവിടുത്തെ എല്ലാവരും നമുക്കെന്നാൽ നമ്മളെ ദൈവത്തിനെ പോലത്തെ നമ്മളെ ഡോക്ടറാണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ നമ്മളെപ്പോലെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഡോക്ടറെ അടുത്ത് വരിക. ഈ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട, ആലോചിക്കും. എന്തായാലും ഒരു കുഞ്ഞിനെ കിട്ടും. മരുന്നിനായിക്കോട്ടെ എല്ലാത്തിനും ഡിസ്കൗണ്ട്, പാവപ്പെട്ടവർക്ക് അതിൻ്റേതായ ആനുകൂല്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തരും. ഏത് സമയത്തും ഡോക്ടർ, രാത്രിക്കാരും 12 മണിക്കോ 1 മണിക്കാരും ഏത് സമയത്ത് സിസ്റ്റർമാരായിക്കോട്ടെ ഡോക്ടർ എങ്ങനെ വിളിച്ചാലും സംസാരിക്കുക. നേരിട്ട് ഡോക്ടറോട് ഏത് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെയൊന്നും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഡോക്ടർ ഏത് നട്ടപ്പാലൊക്കെ വിളിച്ചാലും ഡോക്ടറോട് നേരിട്ട് നമുക്ക് സംസാരിക്കാം. എന്ത് വിഷമമുണ്ടെങ്കിലും ചെറിയൊരു നിസ്സാര കാര്യമായിപ്പോലും ഡോക്ടർ അത് കാര്യമായിട്ട് തന്നെ അതിന് സമാധാനിപ്പിക്കുന്നു. അത്രക്കും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ഈ ആശുപത്രിയിൽ വന്നുകൊണ്ടാണ്. ശോഭ സിസ്റ്റർ ആയിക്കോട്ടെ, സുജാത സിസ്റ്റർ, വിലാസിനി സിസ്റ്റർ, വിനു സിസ്റ്റർ, എല്ലാം പറയാൻ പേരെടുത്ത് പറയാൻ ചോദിച്ചാൽ ആവില്ല. അങ്ങനെ അത്രക്കും തിയേറ്ററിലെ റോസ് സിസ്റ്ററും ബിന്ദു സിസ്റ്റർ, അവരെല്ലാം എന്ന് പറഞ്ഞാൽ അത്രയും ഓപ്പറേഷനെല്ലാം ചെയ്ത് ലാപ്രോസ്കോപ്പിയെല്ലാം ചെയ്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ അവർ ചെയ്തു തരുന്ന വീട്ടിലെ അമ്മമാർ ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ സിസ്റ്റർമാരുടെ പെരുമാറ്റവും. അത് ഏത് ഹോസ്പിറ്റലും ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നവർക്കും ഡോക്ടറോട് പറഞ്ഞാൽ മതി, എല്ലാം ഇതും ചെയ്തു തരും ഡോക്ടർ. സഹായിക്കുകയല്ല, പൈസ ആയിക്കോട്ടെ, മരുന്നിനെല്ലാം നമുക്ക് ഓരോരുത്തർക്ക് പറ്റുന്ന പോലെ ഡിസ്കൗണ്ട് ആക്കി തരും. റൂം റെൻറ്റും ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെ. ഇത് ഏത് ഹോസ്പിറ്റലും ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഇതുപോലെ നമ്മുടെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം തന്നെ. നമുക്ക് ഈ മോളെ തന്ന ഡോക്ടർ, ഹോസ്പിറ്റലും ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നമ്മളെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിതിപ്പോൾ കണക്കാക്കുന്നത്.